എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പ്രിയപ്പെട്ടവരെ, നോക്കണം, ഈ സർക്കാരിന്റെ തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മകൾ മാസപ്പടി അങ്ങനെ ഒരു വിവാദവും ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് എന്തെല്ലാം വലിയ അവകാശവാദങ്ങൾ, ഏതെല്ലാം വലിയ തള്ളലുകൾ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ഒരു ആധികാരികതയും വേണ്ട, ഒരു വസ്തുതയും വേണ്ട. ഇടതുപക്ഷ ഗവൺമെന്റിനെ വേട്ടയാടാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഇങ്ങനെ ഇറങ്ങും സഖാക്കളെ. അതുകൊണ്ട് കാവലായി ജാഗ്രതയോടെ നമ്മൾ ഇരിക്കണം. ഈ വേട്ടപ്പട്ടികൾ ഇടതുപക്ഷത്തെ ഈ ഗവൺമെന്റിനെതിരെ വേട്ടയാടുന്നതിനെതിരെ കഴിഞ്ഞ നിങ്ങൾ നോക്ക്, ആദ്യം നിങ്ങൾ നടത്തിയ ഇൻട്രോ എന്തൊരു വിധി പ്രഖ്യാപനമായിരുന്നു ഹാഷ്മി നിങ്ങൾ നടത്തിയത്. എന്തായിരുന്നു? എങ്ങനെ അങ്ങനെ നടത്താൻ കഴിയുന്നു? എന്തായിരുന്നു? എന്താന്ന് വെച്ചാ പറ. ഒരു ശബ്ദരേഖ പിടിച്ചിട്ട് ആഴ്ചകൾ നിങ്ങൾ നടത്തിയില്ലേ? വീണ ജോർജിന്റെ ഓഫീസിനെതിരെ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ, അഴിമതിക്കാരാണ്, പണം വാങ്ങിച്ച് നിയമിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നും ഇല്ലേ? അതെല്ലാം വെച്ചിട്ട് ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ഏതെല്ലാം തരത്തിലുള്ള വീരവാദങ്ങൾ മുടക്കിയിട്ടുണ്ട് ഈ സർക്കാരിനെതിരെയും ഞങ്ങൾ സഖാക്കൾക്കെതിരെയും. ഞങ്ങളാകെ അഴിമതിക്കാരാണ്, ഞങ്ങളാകെ തെറ്റുകാരാണ്. മാസപ്പടിയിലൊക്കെ ചർച്ച കൊണ്ടുപോകണം. പക്ഷെ അപ്പോഴും ഹാഷ്മി പറയാറുണ്ടല്ലോ, ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഈ കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നും കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ 1.25 കോടി ചെയ്യാത്ത പണിക്ക് വാങ്ങിയത് എന്തിനാണ് എന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നും കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ ചെയ്യാത്ത പണിക്ക് 1.25 കോടി രൂപ എന്തിനു വാങ്ങി എന്ന ചോദ്യത്തിന് മുസ്തഫയ്ക്ക് മറുപടിയില്ല. ആർക്കും മറുപടി ഉണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മറുപടിയില്ലാത്തത് മുൻ SFI-കാരൻ ഹാഷ്മിക്ക് മാത്രം. കാരണം വീണ് കിടന്ന് ചാണകത്തിൽ മെരുകയാണ്. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. അതുകൊണ്ട് മറുപടിയില്ല എന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു. പോട്ടെ, അത് അവിടെ നിർത്താം. നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം. സാർ, അങ്ങനെ പ്രൊവോക്ഡ് ആവേണ്ട കാര്യമില്ല. എനിക്ക് മറുപടി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറുപടി പറയാം. പിന്നെ ആ ചോദ്യം മിണ്ടില്ല. എന്തിനാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കർത്തായുടെ ഒന്നും ചെയ്യാത്ത പണിക്ക് 1.25 കോടി രൂപ എന്തിനു വാങ്ങി എന്നൊരൊറ്റ വാക്കി പറഞ്ഞ എന്റെ വാ അടച്ചു. ഒരൊറ്റ ചോദ്യം ഉത്തരം പറഞ്ഞാൽ മതി. എന്തിനാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത പണിക്ക് കരിമണൽ കർത്തായിൽ 1.25 കോടി രൂപ വാങ്ങിയത്? ഒന്ന്, മാസപ്പടി എന്ന് പറഞ്ഞൊരു സംഗതിയേ ഇല്ല. നിങ്ങൾ കുറച്ചുപേർ മാധ്യമങ്ങൾ കൂടി ഉണ്ടാക്കിയത്. അതുകൊണ്ട് മാസപ്പടി എന്ന് പറയുന്ന കേസേ ഇല്ല. കേസില്ലാത്തതിൽ പിന്നെ എന്തിന് നിങ്ങൾ ചോദിക്കുന്നു? 1.25 കോടി രൂപ വാങ്ങിച്ചോ? അത് ത്രൂ അക്കൗണ്ട് ആണ്. ഹാഷ്മിക്ക് ബോധ്യപ്പെടുന്ന ഉത്തരം കിട്ടാത്തത് കൊണ്ട് സാർ, എനിക്ക് ബോധ്യപ്പെടണ്ട, അങ്ങേക്ക് ബോധ്യപ്പെടുന്ന ഉത്തരം തന്നാൽ മതി. ഹാഷ്മിക്ക് സാർ, എനിക്ക് ബോധ്യപ്പെടണ്ട, അങ്ങേക്ക് ബോധ്യപ്പെടുന്ന ഒരു ഉത്തരവുണ്ടോ? അത് പിന്നെ കേരളത്തിന്റെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ, കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ ഒരു തീരങ്ങളെ കവർന്നു തിന്നുന്ന, തീരങ്ങളെ വിറ്റു തിന്നുന്ന, തീരദേശവാസികളെ വേദനിപ്പിക്കുന്ന എന്ന ദുഷ്പേരുള്ള ഒരു മുതലാളിയിൽ നിന്ന് 1.25 കോടി രൂപ ചെയ്യാത്ത പണിക്ക് എന്തിനു വാങ്ങി എന്ന് അങ്ങയുടെ മനസാക്ഷിയെ ബോധിപ്പിക്കുന്ന ഉത്തരവുണ്ടോ? അവർ ചെയ്ത സേവനത്തിനാണ് പ്രതിഫലം വാങ്ങിച്ചത്. ഏതെങ്കിലും കിക്ക് ബാക്കിന്റെ രൂപത്തിൽ, മാസപ്പടിയുടെ രൂപത്തിൽ അവിഹിതമായി പിറകിൽ നിന്ന് വാങ്ങിച്ചതല്ല. നിയമാനുസൃതമായി 2 സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകളിലൂടെ പോയതാണ്. ആ സേവനം എന്താണെന്ന് ചോദ്യം അങ്ങേക്കും അറിയില്ല. ആ സേവനം എന്താണെന്ന് അങ്ങേക്കും അറിയില്ല, ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന അങ്ങേക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പോട്ടെ, നമുക്കത് വിട്ട് ബാർക്കോഴയിലേക്ക് വരാം. താങ്കൾ വീണ്ടും ആർക്ക് ഉത്തരവില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, സമൂഹത്തിന് ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഉത്തരം തന്നെയാണ് പറഞ്ഞത്. എന്താണ് ആ സേവനം? ഈ ബാറിലേക്ക് ഈ 8 വർഷത്തിനിടയിൽ ബാർ മുതലാളിമാർക്ക് ഗുണകരമായിട്ട് എന്താണ് ചെയ്തു കൊടുത്തത്? 2016 ഇടതുപക്ഷം വരുമ്പോൾ കേരളത്തിൽ ഒരു ബാർ തുടങ്ങണമെങ്കിൽ 23 ലക്ഷം രൂപയെ ലൈസൻസ് ഫീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ 35 ലക്ഷം രൂപയാണ്. ഈ 8 വർഷം കൊണ്ട് ഒരു ബാർ തുടങ്ങാനുള്ള ലൈസൻസ് ഫീസിൽ മാത്രം 12 ലക്ഷം രൂപയുടെ വർധനവ്. അതുകൊണ്ടാണോ അത്രയധികം ബാറുകൾ ആ ലൈസൻസ് ഫീസിൽ കൂടി പണം കിട്ടട്ടെ? അല്ല, കാര്യം ശരിയാണ്, നമ്മളെ കേന്ദ്രം വേട്ടയാടുന്നു, അതുകൊണ്ട് നമുക്ക് പണമില്ല, അതുകൊണ്ട് ഇഷ്ടംപോലെ ബാറുകൾ അങ്ങ് അനുവദിച്ച് ആ ലൈസൻസിൽ കൂടി പണം വരട്ടെ, ഖജനാവിൽ നിറയട്ടെ എന്ന സതുദ്ദേശമായിരുന്നോ? ഇവൻ ശരിയല്ല. നിങ്ങൾ ഈ പറയുമ്പോൾ നോക്ക്, 1706 ലക്ഷമാണ് 2011-16 കാലയളവിൽ വിറ്റ കേസ് മദ്യം. 2016 ശേഷം ഇങ്ങോട്ട് 1610 ലക്ഷം കേസ് മദ്യമേ വിറ്റിട്ടുള്ളൂ. 96 ലക്ഷം കേസ് മദ്യത്തിന്റെ വിൽപ്പന
കേരളത്തിൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയും. ഞാൻ അങ്ങനെയൊക്കെ മദ്യവർജനം തന്നെയാണ് സർക്കാർ നയം. അതുകൊണ്ട് ഇങ്ങനെ ലൈസൻസ് 97 ലൈസൻസ് 97 ബാർ ലൈസൻസുകൾ ജില്ല തിരിച്ചു കൊടുത്തതൊക്കെ ശരി മദ്യ ലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കാനാണ്. ശ്രീ വി പി മുസ്തഫ, സർക്കാരിന്റെ മദ്യനയത്തിൽ നമുക്ക് അനുകൂലമായ മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. എക്സ്ക്ലമേഷൻ മാർക്ക്, ആർക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. കേരളത്തിൽ 1000-ഓളം ബാറുകൾ ഉണ്ടെന്നാണ് അറിവ്. ഈ ബാറുകളെല്ലാം 2.5 ലക്ഷം രൂപ വീതം നൽകിയാൽ 250 കോടിയാകും. ഈ പണം എവിടേക്കാണ് ഒഴുകിയെത്തുന്നത്? ഖജനാവിലേക്കല്ലെന്ന് വ്യക്തം. എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവല്ല, എന്ന് പറയുന്നത് LDFന്റെ ജില്ലാ കൺവീനർ, CPIയുടെ അവിടുത്തെ സമുന്നതനായ നേതാവ് KK ശിവരാമനാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആര് എവിടെ പണം പിരിച്ചാലും അതിൽ 1 രൂപ പോലും CPMന്റെ അക്കൗണ്ടിൽ സ്വീകരിക്കില്ല, സഖാവ് MP രാജേഷിന്റെ അക്കൗണ്ടിലും സ്വീകരിക്കില്ല. KM മാണി കോഴമാണി ആയിരുന്നോ മുസ്തഫ? കോടതിയിലാണ് ഇനി തീരുമാനിക്കേണ്ടത്. KM മാണി കോഴമാണി ആയിരുന്നോ മുസ്തഫ? KM മാണി എന്നേ പറഞ്ഞിട്ടുള്ളൂ. KM മാണി കോഴമാണി ആയിരുന്നു. നേരത്തെ അബിൻ വർക്കിയും CR നീലനും അങ്ങേ വെല്ലുവിളി അങ്ങയുടെ നിസ്സഹായത മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടി ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. KM മാണി കോഴമാണി ആയിരുന്നോ മുസ്തഫ? ശ്രീ മുസ്തഫ, KM മാണിയുടെ തൊലിക്കെട്ട് കണ്ട് മൃഗശാലയിലെ കാണ്ടാമൃഗം ഭക്ഷണം കഴിക്കാതെ 2 ദിവസം അവശ്യ നിലയിലായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും പറയുമോ? കേരള ചരിത്രത്തിൽ ബജറ്റ് വിറ്റ് പണമുണ്ടാക്കിയ അധമൻ എന്നിപ്പോൾ KM മാണിയെ പറ്റി ആരെങ്കിലും പറയുമോ? അത് പറയാൻ പറ്റുമോ ശ്രീ മുസ്തഫ? ഇതൊരു നടത്തു പോണ മാതിരില്ല. ഞങ്ങൾക്കൊരു നിസ്സഹായ അവസ്ഥയുമില്ല. താങ്കളുടെ അവസ്ഥയോർത്ത് സഹകരിക്കാനേ ഞങ്ങൾക്ക് ഇപ്പൊ വഴിയുള്ളൂ. അതുകൊണ്ട് താങ്കളുടെ നിസ്സഹായാവസ്ഥ എന്റെ മേലിൽ ആരോപിക്കണ്ട. കരിങ്കോഴക്കൽ മാണിയല്ല, കോഴമാണി. ബജറ്റ് വിറ്റ് പുട്ടടിച്ച കള്ളൻ, കള്ളം മന്ത്രി. എന്താണ് നോട്ടടിക്കൽ, നോട്ടെണ്ണൽ യന്ത്രം? കുട്ടിയമ്മ പണം വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്ന ആരോപണം. കെടാത്ത തീയും ചാവാത്ത പുഴുവുമുള്ള നരകമെന്ന VSന്റെ നിയമസഭ ഇപ്പോഴും സഭാരേഖകളിൽ കിടപ്പാണ് ആ പ്രസംഗം. എന്നിട്ട് ബാർക്കോഴയുടെ പേരിൽ ഒരു ബജറ്റ് കാലത്ത് നിയമസഭയിൽ ഇതുവരെ കാണാത്ത, ലോകത്തിന് മുന്നിൽ കേരളത്തെ നാണം കെടുത്തിയ ഒരു ആഭാസ സമരം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും മുസ്തഫ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വിഴുങ്ങി അവരെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചു വരുത്തി ആ മാണിയെ വിശുദ്ധനാക്കിയിട്ട് നിസ്സഹായാവസ്ഥ എനിക്കെന്നോ? താങ്കൾ ഇടതുപക്ഷത്തെ അപഹസിക്കാൻ വേണ്ടി വളരെ സെലക്റ്റീവ് ആവുന്നു. കാരണം ആ പ്രസംഗത്തിൽ നിന്ന് മാണി സാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഇപ്പോഴുള്ള ഇടതു മുന്നണിക്കകത്ത് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ്, അതിനുവേണ്ടി താങ്കളുടെ സംഭാവന വായുനൂലും പറഞ്ഞാണ്ടല്ലോ. കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണു പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. കെടാത്ത തീയും ചാകാത്ത പുഴുവും. അതുകൊണ്ട് മിസ്റ്റർ മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചു പോയി. ഈ മഹാപരാധത്തിൽ നിന്ന് ഒഴിവാകൂ. സർ, VSന്റെ ആ പ്രസംഗം ഇപ്പോഴും സഭാരേഖകൾ കിടപ്പാണ്. അറ്റ്ലീസ്റ്റ് അത് നീക്കം ചെയ്യണം എന്നെങ്കിലും CPM ആവശ്യപ്പെടുവോ? ഉത്തരം പറ. താങ്കൾ എത്ര തന്നെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞാൻ പ്രകോപിതനാവില്ല. കാരണം താങ്കൾക്ക് ഇന്ന് ആവശ്യം ഇടതുപക്ഷത്തെ അടിക്കാൻ എന്തെങ്കിലും ഒരു വഴി. അത് നടക്കില്ല ഹാഷ്മി, നടക്കില്ല. ജനത്തിന് ബോധ്യമുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ കളിയും നിങ്ങളുടെ ഇടതുപക്ഷ വിരോധവും. അതെ, ഞങ്ങൾ ചോറിനെ ഉണ്ണണം. എന്താണ് ജനത്തിന് ബോധ്യം? കോഴമാണി എന്ന് ഉളുപ്പില്ലാതെ നാഴികയ്ക്ക് 400 വട്ടം അധിക്ഷേപിച്ച മാണിയെയും പാർട്ടിയെയും ഇടതുപക്ഷ ക്യാമ്പിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതാണോ ജനത്തിന് ബോധ്യം? മാണി ഇപ്പോൾ കോഴക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്തഫയ്ക്ക് മറുപടി ഇല്ലാത്തതാണോ ജനത്തിന് ബോധ്യമാവുക? മാണി കോഴക്കാരനാണെന്ന പഴയ നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് മുസ്തഫയ്ക്ക് ഇങ്ങനെ മറുപടി പറയാൻ പറ്റൂ? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? അവര് ഇടതുപക്ഷത്തിന്റെ കൂടെ വന്നു. കാരണം എന്താ? അവർക്ക് ബോധ്യമുണ്ട് ഇടതുപക്ഷ നിലപാടിന്റെ നൈതികതയെ കുറിച്ച്. അതുകൊണ്ട് ഹാഷ്മി എത്ര തന്നെ വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഈ പറഞ്ഞു, ഞങ്ങൾ ഈ ആക്ഷേപിച്ചു എന്ന് പറയുന്ന KM മാണി സാറും അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരുടെ പിന്നിൽ അണിനിരക്കുന്നവരും നല്ലതുപോലെ ഇടതുപക്ഷത്തിന്റെ നൈതികതയെ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗം, അതിന്റെ തൊലിക്കട്ടി, മാണിയുടെ തൊലിക്കട്ടി കണ്ട ആ കാണ്ടാമൃഗം വിഷാദവാനാണ് എന്നൊക്കെ കോടിയേരിയുടെ വാക്കിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ ജോസ് കെ മാണി ഓർക്കാതിരിക്കുവോ? മാണിയുടെ മകനല്ലേ. അഭിനന്ദ കൈ കാണിച്ചേ.
ഒറ്റ കാര്യമുള്ളൂ. അപ്പൊ അദ്ദേഹം ഈ കണക്കിന്റെ കളി പറഞ്ഞുകൊണ്ടാണ്. കുഴപ്പമായ നീ എന്തിനാണ് പറയാൻ പോയത്? 2011 വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത് 400 ബാർ. 957 മുതൽ 2011 വരെ 54 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് 400 ബാർ. അപ്പൊ 2015 വരെ അത് തന്നെയാണ് അവസ്ഥ. ശരി, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് കേരളത്തിൽ വർദ്ധിച്ചത്, കഴിഞ്ഞ 60 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കൊടുത്ത ബാറാണ് കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് കേരളത്തിൽ കൊടുത്തത്. കാരണം ഇന്ന് കേരളത്തിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ബാറിന്റെ എണ്ണം 801 എന്താ ഉറക്കം വരുന്നു. VPP മുസ്തഫയുടെ കണക്കുദ്ധരിച്ചാൽ, അദ്ദേഹം പറഞ്ഞത് വാദത്തിന് സമ്മതിച്ചാൽ, കേരളത്തിൽ 60 കൊല്ലക്കാലം കൊണ്ട് കൊടുത്തത് 400 ബാർ. അത് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോ 29 ആക്കി ചുരുക്കി. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ 8 കൊല്ലം കൊണ്ട് കൊടുത്തത് 400 ബാർ. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എന്നിട്ട് പേ പിടിച്ച നായക്ക് സമം നിങ്ങൾ മദ്യ മുതലാളിമാർക്ക് കുഴലൂതിയിട്ടില്ല എന്ന് ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാം മുസ്തഫ? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.